വഴി തെറ്റിയില്ലോ അല്ലേ? ഇല്ലല്ല, മാപ്പ് ഇട്ടിട്ടാ വന്നേ. വരും. എന്നാ പിന്നെ ഉമ്മക്കൊന്നും അങ്ങോട്ട് മാറി കൊടുത്താലോ? അങ്ങനെ ഒരു സംഗതി കൂടി ഉണ്ടല്ലോ. അത് ഞാൻ പറയാൻ വിചാരിച്ചിരിക്കുന്നു. ഒരു പരിചയമില്ലാത്ത നമ്മൾ തമ്മിൽ എന്താ സംസാരിക്കണ്ടെന്ന് അറിഞ്ഞൂടാത്ത ഇന്ത്യയും പ്രശ്നം അതാ. എവിടെയാ പഠിച്ചത്? എവിടെയാ പഠിച്ചത്? ലീവിൻ്റെ പ്രശ്നം കൊണ്ടാ, ഇല്ലെങ്കിൽ ഉമ്മക്കൊന്ന് ഉഷാറാക്കി. പ്രത്യേകിച്ച് ഉമ്മക്ക് എന്തിനാ ഒരു ഹണിമൂൺ ഇല്ലേ? ഇനി അങ്ങോട്ടൊന്ന് ഹണിമൂൺ തന്നെയല്ലേ? അയ്യോ അതവിടെ ഇട്ടേക്ക്, ഞാൻ തുടയ്ക്ക. അല്ല സാരല്ലേ ചി. അല്ല ഈ സമയത്ത് എന്ത് സമയം? സത്യം പണ്ടത്തെ ഓരോ രീതികൾ നോക്കി ഇമ്പക്ക് ജീവിക്കാൻ പറ്റുമോ? എൻ്റെ അമ്മേനെയൊന്നും ഇതിൻ്റെ അകത്ത് കയറ്റൂലേനും. പുറം പണിക്കാൻ നിർത്തുക. ഞാനൊരു കാര്യം പറയട്ടെ, പീരീഡ്സ് ആയാലും ഞാൻ അടുക്കള പണിക്ക് പോവും. മാസം 3-4 ദിവസം പണിക്ക് പോകാണ്ടിരുന്ന ആര് തിന്നാൻ തരാനാ? എനിക്ക് എൻ്റെ കുട്ടികളെ പഠിപ്പിക്കണേ. പിന്നെ എനിക്കിങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ആര് ചിന്തിക്കാനാ? ചേച്ചി പൊളിയാണല്ലോ. പൊള്ളിയാവണ്ടൊന്നും ജീവിക്കാൻ പറ്റൂല മോളെ. ചൂടുണ്ടോ? ഞാൻ പോയിന്ന് ഫ്രഷ് ആയിട്ട് വരാം. അവരെത്തിട്ടാ. വാ, കപ്പയാണേ. ബീഫ് കഴിക്കുമല്ലോ അല്ലേ? കഴിക്കും. ബീഫാ? പുറത്തുനിന്നാ ഉണ്ടാക്കിയത്. ബീഫ് ഇതിട്ട് ഇത്രയും കാലം പുറത്തുനിന്നായിരുന്നു. ഇപ്പം അത് വീടിൻ്റെ മുറ്റം വരെയായി. കുറച്ച് കഴിഞ്ഞാൽ അകത്തേക്ക് കയറിക്കോളൂ. അമ്മളുണ്ടാ. അല്ല, നിങ്ങളാരും ഇരിക്കുന്നില്ലേ? ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട്. ആദ്യം വിരുന്നുകാർ. മോളിരിക്കേ. വാ. ഓ, അവൾ എൻ്റെ കൂടെ കഴിക്കുള്ളൂ. നിങ്ങൾ കഴിക്കേ. കഴിക്കി. എരി കൂടുതലൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. അമ്മ, ആ ഇന്നത്തെ സൽക്കാരം എങ്ങനെയുണ്ടേന്? കുഴപ്പമില്ലേനു. ഭക്ഷണം കഴിച്ചൊരു വഴിക്കായി. ആഹാ, ഞാൻ ചേഞ്ച് ചെയ്തിട്ട് വരാം. വേണ്ട, ഞാൻ ചെയ്തോളാം. മോള് പോയി കിടന്നു. ഞാൻ കൂടി കൂടാ. വേണ്ട, ഞാൻ ചെയ്തോളാം. ഇപ്പോ എന്നാ ഞാൻ. ആ ശരി മോളെ, ചെല്ല്. അതെ,
കപ്പ ബിരിയാണി കഴിച്ചിട്ടേ മൊത്തത്തിലൊരു മടുപ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ കുടുംബത്തെ പറ്റിയാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് ബേസിക് ഗ്രൂപ്പ് ഇൻ അവർ സൊസൈറ്റി. അതായത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക സ്ഥാപനമാണ് കുടുംബം. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ ഫാമിലി? ഫാമിലി ഈസ് എ ഡ്യൂറബിൾ അസോസിയേഷൻ ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിത്ത് ഓർ വിത്തൗട്ട് ചിൽഡ്രൻ. അപ്പോൾ നമ്മളെല്ലാവരും സമൂഹത്തിൻ്റെ ഭാഗമാണ് അല്ലേ? എന്തൊക്കെയാണ് കുടുംബത്തിൻ്റെ സവിശേഷതകൾ? The characteristics of a family. The characteristics of a family: 1. Family is a universal group. 2. Family based on marriage. ഏട്ടാ, എന്താ ഏട്ടാ ഇത്? എവിടെയെങ്കിലും കേൾക്കണ കാര്യമാണോ അത്? ഓളെ വീട്ടുകാർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ? എന്ത് പറയാനാടി? 100 കൂട്ടം കാര്യങ്ങളിടല്ല ഞാനിങ്ങോട്ട് ഓടിപ്പോന്ന് വന്നത്. ഇത് കേട്ടാ വരാതിരിക്കാൻ പറ്റുമോ? ഓളെവിടെ? ഇതെന്താ ഇത്? കിടക്കലൊക്കെയാണോ കിടക്കുന്നത്? കിടക്കലൊന്നും കിടക്കാൻ പാടില്ല എന്ന് കുട്ടിയോട് ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ലേ? മുക്കി അലക്കാൻ പറ്റുന്നതിൽ മാത്രമേ കിടക്കാവൂ. കുട്ടിക്ക് ബന്ധുവീട്ടിൽ വല്ലതും പോയിക്കൂടെ? അല്ലേ ആ കളപ്പുരയ്ക്ക് പോയിക്കൂടെ മോക്ക്? എനിക്ക് പേടിയാ. എന്ത് പേടി? ഇതെന്താ കൊച്ചു കുട്ടിയല്ലാണോ? അവിടെ മാറിക്കേ. ഇനിയിപ്പോൾ ഈ ബെഡ് എന്താ ചെയ്യാ? ഇതാ പായൽ കിടന്നാ മതി കേട്ടോ. അപ്പൊ പുറത്തു വന്ന ഏട്ടന് ടേബിൾ മാനേഴ്സ് ഒക്കെ അറിയാല്ലേ? എന്താ പറഞ്ഞു? അല്ല, ടേബിൾ മാനേഴ്സ്. അതെന്താ കുഴപ്പം? അത് എൻ്റെ മാനേഴ്സിന് എന്താ കുഴപ്പം? അല്ല ഏട്ടാ, ഇവിടെ കൃത്യമായിട്ട് വേസ്റ്റ് ഇട്ട് അവിടെ വീട്ടിലെന്താ പ്രശ്നം? എൻ്റെ വീട് എൻ്റെ സൗകര്യം. എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും. മനസ്സിലായില്ലേ? ഏട്ടാ, ഞാൻ അത് ചുമ്മാ പറഞ്ഞതാ. ഏട്ടൻ എന്താ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇങ്ങനെ പറഞ്ഞാൽ ദേഷ്യം വരില്ലേ? എൻ്റെ മാനേഴ്സിന് എന്താ പ്രശ്നം? എനിക്ക് ഇത്രയുള്ള മാനേഴ്സൊക്കെ ഉള്ളൂ. മനസ്സിലായില്ലേ? എവിടുന്നാ വരുന്നേ? എവിടെ? അമ്മയുടെ കുഞ്ഞമ്മയുടെ കൊച്ചുമോൻ ദീപകിനെ നിനക്കറിയത്തില്ല? ദീപകിന്റെ കല്യാണം ഗുരുവായൂർ വെച്ച്. അപ്പൊ അതിനുവേണ്ടി ഗുരുവായൂർ വന്നു. പിന്നെ ഇവക്കെ കുറച്ച് ദിവസമായിട്ട് ഈ കാലിലൊരു നീരുണ്ട്. അതാകുമ്പോൾ കോട്ടക്കലൊന്ന് കാണിക്കാമെന്ന് വെച്ചു. ആ കോട്ടക്കലും പോയി. പിന്നെ ഇവിടെ വന്ന് ചെറിയച്ഛനെയും നിന്നെയും കൊച്ചിനെയൊക്കെ ഒന്ന് കാണാം. പറ്റിയാലൊന്ന് മൂകാംബിക വരെ പോകണം. അത്ര നീരെന്താന്നറിയില്ല, അതിന്റെ ആയിരിക്കും. ആ, നീര് പറ്റിയാലേ ഉള്ളൂ കേട്ടോ മൂകാംബിക. ആഹാ, മനസ്സിലായോ? മനസ്സിലായി. ആരാ? നീ പറഞ്ഞു കൊടുക്കരുത്, മോള് പറ. വല്യച്ഛന്റെ മോൻ. അത് കുറച്ചേരം കണ്ടല്ലേ ഉള്ളൂ. അന്ന് കുറച്ചേരം അതെ അതെ, നല്ല ഓർമ്മയുണ്ട്. അയ്യോ അയ്യോ, നന്നായി നന്നായി നന്നായി. മോളെ, പാലുണ്ടല്ലോ, ചായ എടുക്ക്. ചായ എടുത്തോ, പക്ഷെ പാൽ ഒഴിക്കേണ്ട കട്ട ചായ മതി. അല്ല, പാലുണ്ടേട്ടാ. അല്ല, അതുകൊണ്ടല്ല, കട്ട ചായ മതി. അതുകൊണ്ട് നോക്കിയാലുണ്ട് നിങ്ങൾക്ക് ഒരു പാൽ ചായ മുടക്കല്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു പാൽ ചായ അടിച്ചാൽ എന്താ? മോള് പോയി പാൽ ചായ എടുക്കാൻ. അതെ, അതെന്താ അറിയോ, ഇതിനെ രണ്ടായിട്ട് കാണണം. നീ കേക്ക്. ഒന്ന് ഈ രുചിഭേദവും, പിന്നൊന്ന് ഈ ദഹനഭേദവും. ഈ രുചിഭേദത്തിൽ ഇവള് പറഞ്ഞ കറക്റ്റാണ്. ഈ പാൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും. പക്ഷേ ഈ ദഹനഭേദത്തില് ഈ ശരീരത്തിന് നല്ലത് കട്ടൻ ചായ. അപ്പൊ കട്ടൻ ചായ എടുത്താൽ മതി. ഞാൻ രണ്ടും എടുക്കാം, കുഴപ്പമില്ല. അവളെ കൊണ്ട് വെറുതെ പണിയെടുപ്പിക്കാൻ. ഞാൻ ശബരിമലയ്ക്ക് പോകാൻ മാലയിടുക. എന്നാ പോണേ? ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. നാളെ തൊട്ട് വെറുതെ നിൽക്കാം. പോയിട്ട്
പെറ്റു വന്നിട്ടില്ല നമുക്ക് ഇതുപോലെ ഇങ്ങനെ കിടക്കാൻ പറ്റും. എന്തേ ലൈറ്റ് ഓഫ് ചെയ്താലോ? ഏട്ടാ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഫീൽ ആവുമോ? എന്തേ? ഏട്ടാ നമ്മൾ ചെയ്യൂലേ? അപ്പോൾ എനിക്ക് നല്ല പെയിനുണ്ട്. കുറച്ച് ഫോർ പ്ലേയും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇപ്പൊ ഇതിനെക്കുറിച്ചെല്ലാം അറിയാല്ലേ? എന്ത്? ഫോർ പ്ലേ. എനിക്കും തോന്നണ്ടേ ഫോർ പ്ലേക്ക്. ലൈറ്റ് ഓഫ് ചെയ്തേക്കും.